പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ശാന്തിനികേതനിലെ മൺചിരാതുകൾ. ഈ കഥ കേൾക്കൂ. വിശാലമായ ആകാശത്തിന് കീഴെ പടർന്നു പന്തലിച്ച മാവുകളുടെ തണലിൽ കുട്ടികൾ വട്ടത്തിലിരുന്നു. കാറ്റിൽ ഇലകൾ മർമ്മരം പൊഴിച്ചു. ശാന്തിനികേതനിലെ ആ പ്രഭാതം എന്നത്തെയും പോലെ ശാന്തവും മനോഹരവുമായിരുന്നു. അവിടെയുള്ള അമൽ എന്ന കുട്ടിക്ക് മാത്രം ആ പ്രഭാതത്തിൻ്റെ സൗന്ദര്യം കാണാൻ സാധിച്ചില്ല. കാരണം അവൻ അവിടെ അസ്വസ്ഥനായിരുന്നു. ക്ലാസ് മുറികളുടെ 4 ചുമരുകളിൽ നിന്ന് അച്ഛൻ അവനെ ഇങ്ങോട്ട് പറിച്ചു നട്ടതാണ്. പ്രകൃതിയെ അറിഞ്ഞു പഠിക്കണം, അതായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. എന്നാൽ ചുവരുകളും ബെഞ്ചുകളുമില്ലാത്ത ക്ലാസ് മുറി അമലിനെ അസ്വസ്ഥനാക്കി. തുറന്ന വിദ്യാലയം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവൻ എപ്പോഴും കൂട്ടം തെറ്റി മാറി നടന്നു. അന്ന് ഗുരുദേവ് ആയിരുന്നില്ല ക്ലാസ് എടുത്തത്, മറിച്ച് മുതിർന്ന മറ്റൊരു അധ്യാപകനായ ആനന്ദ ബാബു ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നമ്മളിന്ന് പുസ്തകം തുറക്കുന്നില്ല, പകരം കാറ്റിനോടും കിളികളോടും സംസാരിക്കാൻ പോവുകയാണ്. ചുറ്റുമുള്ള പ്രകൃതിയിൽ നിന്ന് കാണുന്ന ഏറ്റവും മനോഹരമായ കാര്യം വൈകുന്നേരത്തിനുള്ളിൽ എന്നെ കാണിക്കണം. കുട്ടികൾ പല വഴിക്ക് പിരിഞ്ഞു. ചിലർ മനോഹരമായ മയിൽപ്പീലി തേടിപ്പോയി, ചിലർ ഇലകളും പൂക്കളും ശേഖരിച്ചു. അമൽ മാത്രം ആരും കാണാതെ നദിക്കരയിലേക്ക് നടന്നു. അവിടെ ഇരുന്നവൻ കരഞ്ഞു. അച്ഛനെയും കൊൽക്കത്തയിലെ വീടിനെയും എല്ലാം അവൻ ഓർമ്മ വന്നു. അവൻ നദിക്കരയിലെ മണ്ണിൽ വിരലോടിച്ചു. ശാന്തിനികേതനിലെ മണ്ണ്, അത് വെറുമൊരു മണ്ണല്ലെന്ന് പലരും പറയുന്നത് അവൻ കേട്ടിട്ടുണ്ട്. അവൻ ആ മണ്ണുകൊണ്ട് ചെറിയൊരു മൺചിരാതുണ്ടാക്കാൻ ശ്രമിച്ചു. വിരലുകൾ ചലിച്ചപ്പോൾ അവൻ്റെ വിഷമമെല്ലാം മൺരൂപത്തിലേക്ക് പകർന്നു. വൈകുന്നേരമായി. കുട്ടികളെല്ലാം തങ്ങൾ ശേഖരിച്ച വസ്തുക്കളുമായി മാവിൻ ചുവട്ടിലെത്തി. ആനന്ദബാബു ഓരോന്നായി നോക്കി പുഞ്ചിരിച്ചു. അവസാനം അമലിൻ്റെ അരികിലെത്തി. അമൽ പേടിയോടെ താൻ ഉണ്ടാക്കിയ ഉണങ്ങാത്ത മൺചിരാത് കാണിച്ചു. ഇതാണോ നീ കണ്ട മനോഹരമായ കാര്യം? ആനന്ദബാബു ചോദിച്ചു. അമൽ തല താഴ്ത്തി. എനിക്കിവിടെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. 4 ചുവരുകൾക്കുള്ളിരുന്ന് പഠിക്കാനാണ് എനിക്കിഷ്ടം. ഈ തുറന്ന ആകാശം എന്നെ ഭയപ്പെടുത്തുന്നു. പക്ഷേ ഈ നദിക്കരയിലിരുന്ന് മണ്ണിൽ തൊട്ടപ്പോൾ ഈ കാറ്റെൻ്റെ കണ്ണീരൊപ്പി. എനിക്ക് മനസ്സിലായി, ഈ പ്രകൃതി നമ്മളെ തനിച്ചാക്കില്ലെന്ന്. എന്നെപ്പോലെ ഒറ്റപ്പെട്ടവർക്ക് വെളിച്ചം നൽകാൻ പ്രകൃതിക്ക് കഴിയും. അതുകൊണ്ടാണ് ഞാൻ ചിരാതുണ്ടാക്കിയത്. ആനന്ദബാബു ആ ചിരാത് കൈകളിലെടുത്തു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അദ്ദേഹം അമലിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ഇതാണ് ഗുരുദേവ് വിഭാവനം ചെയ്ത ശാന്തിനികേതൻ. പ്രകൃതി എന്നത് നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരമ്മയാണ്. നമ്മുടെ ചിന്തകളെ ചുവരുകൾക്കുള്ളിൽ തളച്ചിടാം, എന്നാൽ തുറന്ന ആകാശത്തിന് നമ്മുടെ മനസ്സിനെ ലോകത്തോളം വളർത്താൻ കഴിയും. ഇത് വെറുമൊരു മൺചിരാതല്ല, ശാന്തിനികേതൻ്റെ ആത്മാവാണ് നീ കണ്ടെത്തിയത്. അന്ന് സന്ധ്യയ്ക്ക് ആശ്രമത്തിലെ കുട്ടികൾ പാട്ടുപാടി കടന്നുപോയപ്പോൾ ശാന്തിനികേതനിലെ വൃക്ഷച്ചുവട്ടിൽ അമലുണ്ടാക്കിയ ആ മൺചിരാത് തെളിഞ്ഞു കത്തുന്നുണ്ടായിരുന്നു. അമൽ ആകാശത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. ഇപ്പോൾ ആകാശം അവൻ അന്യമല്ല, അതവൻ്റെ സ്വന്തം വിദ്യാലയത്തിൻ്റെ മേൽക്കൂരയാണ്.